115 വർഷം പഴക്കമുള്ള കോളേജിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് ലക്നൗ വഖഫ് ബോർഡ്. 100 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന കോളേജ് ഭൂമി ക്യാമ്പസിനുള്ളിൽ നിലനിൽക്കുന്ന ചരിത്രപരമായ പള്ളിയുമായി ബന്ധപ്പെട്ട വഖഫ് സ്വത്താണെന്നാണ് ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന്റെ വാദം. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഉദയ് പ്രതാപ് കോളേജിന്റെ സ്വത്ത് സുന്നി ബോർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് വഖഫ് ബോർഡ് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. 2018-ലാണ് അവകാശവാദം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഇത് വീണ്ടും ഉയർന്നു വന്നത്. എന്നാൽ വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് കോളേജ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വന്നിട്ടുള്ളത്. കോളേജുമായി ബന്ധപ്പെട്ട സ്വത്തുകൾ ഒരു ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആണെന്നും അത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ കോളേജ് പരിസരത്ത് രഹസ്യമായ ഒരു പള്ളി പണിയാനുള്ള ശ്രമം വഖഫ് ബോർഡ് നടത്തിയതായും ആരോപണമുണ്ട്. 1909-ൽ രാജർഷി ഉദയ് പ്രതാപ് സിംഗ് ജുദേവ് സ്ഥാപിച്ച ഉദയ് പ്രതാപ് കോളേജ് വിശുദ്ധ നഗരമായ വാരണാസിയിലെ ഏറ്റവും പഴയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. രാജ ഉദയ് പ്രതാപ് സിംഗ് ജുദേവ് 1909-ൽ വാരണാസിയിൽ ഹെവറ്റ് ക്ഷത്രിയ ഹൈസ്കൂൾ സ്ഥാപിച്ചു. അത് പിന്നീട് ഉദയ് പ്രതാപ് സിംഗ് ഓട്ടോണമസ് കോളേജായി വികസിക്കുകയായിരുന്നു. 1909-ൽ തന്നെ രാജ ഉദയ് പ്രതാപ് സിംഗ് ജുദേവ് ഉദയ് പ്രതാപ് കോളേജും ഹെവറ്റ് ക്ഷത്രിയ സ്കൂൾ എൻഡോമെന്റ് ട്രസ്റ്റും രൂപീകരിച്ചിരുന്നു. അതിന് കീഴിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമം അനുസരിച്ച് അടിസ്ഥാന വർഷത്തിനു ശേഷം ട്രസ്റ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്വയമേവ ഇല്ലാതാവും. അതേസമയം ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടെ കോളേജിന്റെ സ്ഥാപക ദിനത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോളേജിലെത്തിയത് ശ്രദ്ധേയമാണ്. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മുഖ്യമന്ത്രി കോളേജിനെ ഒരു സർവകലാശാലയാക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു.